എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലത്ത് ചാർട്ടർ സ്കൂളിലും കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിനൊക്കെ വളരെ അടുത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം നമുക്ക് സ്കൂളിന്റെയൊക്കെ ബാക്ക് സൈഡ് ആയിട്ട് വരും ഈ കാണുന്ന വീട്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. വീതിയുള്ള ടാർ റോഡാണ് കടന്നു പോകുന്നത്. കുട്ടികൾക്ക് സ്കൂളിൽ സൗകര്യങ്ങളാണെങ്കിലും ഹോസ്പിറ്റൽ എല്ലാം തന്നെ നമുക്ക് വളരെ അടുത്തായിട്ട് ഈസി ആക്സസിൽ ലഭ്യമാണ്. വീടിന്റെ മതിലൊക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്, ടെക്സ്റ്റൈൽ വർക്കുകൾ വരുന്നുണ്ട്, ഷോലാമ്പ് വരുന്നുണ്ട്. വീടിന്റെ ആ ഒരു എലിവേഷൻ നോക്കുവാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിലുള്ള ഡിസൈനുകളും വർക്കുകളും ഭംഗിയുള്ള കോമ്പിനേഷനുള്ള പെയിന്റിങ്സും ഒക്കെ കൊടുത്ത് നല്ലൊരു എലിവേഷനാണ് വീടിന് വരുന്നത്. ആവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും വീടിന് കൊടുത്തിട്ടുണ്ട്. 3.38 സെന്റിൽ 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ വരുന്ന സമയത്ത് അകത്ത് മുറ്റത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ കോബിൾ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. നേരെ വരുമ്പോൾ നിങ്ങളുടെ ഒന്നാമത്തെ കാർ കവേർഡ് ആയിട്ടുള്ള കാർ പോർഷന്റെ അണ്ടറിൽ പാർക്ക് ചെയ്യാം. രണ്ടാമത്തെ കാർ ആ കാണുന്ന ഓപ്പൺ സ്പേസിലും. സോ നമ്മുടെ 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഈ കാണുന്ന കാർ പാർക്കിങ്ങിന്റെ മുകളിലൊക്കെ ഒന്ന് നോക്കിക്കോളൂ. LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വെള്ളത്തിന്റെ സൗകര്യം അറിയണ്ടേ? കിണറുണ്ട്. കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നിങ്ങൾക്ക് കിണർ കിട്ടുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. കിണറിനെ കണ്ടിന്യൂ ചെയ്ത് വീടിന്റെ ബാക്കിലേക്ക് പോകുന്ന ആ ഒരു ഏരിയ നോക്കുവാണെങ്കിൽ സ്പേഷ്യസ് ആണ്. സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് വർക്ക് ഏരിയയ്ക്ക് ആയിട്ടുള്ള ആ ഒരു ഫ്ലോർ കിട്ടിയിട്ടുണ്ട്. കിച്ചണിന്റെ പോർഷൻ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വീടിന്റെ ബാക്ക് സൈഡിലും സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. മെറ്റൽ സ്റ്റെപ്പാണ് വിരിച്ചിരിക്കുന്നത്. നല്ലൊരു ഏരിയ തന്നെ ഇവിടെയും കിട്ടുന്നുണ്ട്. വീടിന്റെ റൈറ്റ് സൈഡിലും സ്പേഷ്യസ് ആയ ഏരിയ കിട്ടുന്നുണ്ട്. ഇവിടെയും മെറ്റൽ ഷിപ്പ് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഇതുപോലെ ഗ്രാനൈറ്റ് വിരിച്ചൊരു സിറ്റ് ഔട്ട് ആണ് ഇവിടെ കിട്ടുന്നത്. അത്യാവശ്യം 2 ചെയറുകളൊക്കെ പ്ലേസ് ചെയ്യാം. മെയിൻ ഡോർ നോക്കുവാണെങ്കിൽ ഇതുപോലൊരു മോഡൽ നല്ലൊരു ഡിസൈനിൽ നോർത്ത് ഫേസിംഗ് ആണ്. വടക്കോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. വീടിന്റെ ലിവിംഗ് സ്പേസ് ഇങ്ങനെയാണ്. 13.5 അടി നീളവും 9 അടി വീതിയുമാണ് കൊടുത്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ നമുക്ക് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് വളരെ ഭംഗിയായിട്ടും ഹെവി ആയിട്ടും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പാനലിംഗ് വർക്കുകളും ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് കബോർഡുകളും ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം കൊടുത്ത് ബാക്ക്ഗ്രൗണ്ടിലുള്ള ബോൾ നല്ലൊരു വർക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ നമുക്കിവിടെ 2 ഭാഗത്തായിട്ട് വിൻഡോസ് ഉണ്ട്. ഇവിടെ എല്ലാം തന്നെ പാനലിംഗ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിൽ ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ് എങ്കിൽ പോലും ഒരു പോർഷൻ പാനലിംഗ് വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞ അടുത്ത റൂമിലേക്ക് പോകുമ്പോൾ ആ എൻട്രൻസ് ഒക്കെ നോക്കിക്കോളൂ. മുകളിൽ CNC കട്ടിങ്ങും പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് താഴെ ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് താഴത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 11.5 അടി നീളവും 12.5 അടി വീതിയിലുമാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ട് വിൻഡോസ് കാണാം. മുകളിലൊക്കെ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ലൊരു വുഡൻ ഡിസൈൻ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വരുമ്പോൾ ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ജെറയിലും ജാഗ്വാറിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം കിട്ടുന്നുണ്ട്. നല്ല ഡിസൈനോട് കൂടി ഒരു ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ സ്വിച്ചസ് കേബിളൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ വി ഗാർഡിലും ലെഗ്രാൻഡിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ലിവിംഗ് കഴിഞ്ഞു, ബെഡ്റൂം കഴിഞ്ഞു, ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയൊക്കെ ഏരിയ വളരെ സ്പേഷ്യസ് ആണ്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെപ്സിലൊക്കെ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റൈൽസ് കംപ്ലീറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാൾ നോക്കുവാണെങ്കിൽ 12.8 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ കാണുന്ന വോള് കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. 3 വിൻഡോസ് അവിടെ കിട്ടുന്നുണ്ട്. വാഷ് ഏരിയ ഉൾപ്പെടെ ആ ഒരു ഏരിയ ഫുൾ ആയിട്ട് തന്നെ പാനലിംഗ് വർക്കാണ് വരുന്നത്. സ്റ്റെയർ കേസിന് താഴെയുള്ള ഭാഗം കൂടി നിങ്ങളൊന്ന് നോക്കിക്കോളൂ. കംപ്ലീറ്റ് ആയിട്ട് കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിനടുത്തായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ജഗ്വാറിന്റെ ആണ് വാഷ് ബേസിൻ. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. മുകളിൽ മിറർ വരുന്നുണ്ട്. താഴെ ഓപ്പൺ ഷെൽഫുകളും കബോർഡുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നേരെ റൂഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് LED സ്ട്രിപ്പുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ നോക്കുവാണെങ്കിൽ ഓപ്പൺ കിച്ചൺ മോഡലിലാണ്. ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിൽ നല്ലൊരു CNC കട്ട് വരുന്നുണ്ട്. റൈറ്റ് സൈഡിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ഗ്ലാസ് പോർഷൻ ഒക്കെ ഇട്ടിട്ട് ക്ലോസ്ഡ് ഷെൽഫുകളും ഒക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു ക്രോക്കറി ഷെൽഫ് അവിടെ കിട്ടുന്നുണ്ട്. മുകളിലും താഴെയും സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വൈറ്റ് കളർ ടൈലാണ്. കൗണ്ടർ ടോപ്പും വൈറ്റ് ഗ്രാനൈറ്റ് തന്നെയാണ് വരുന്നത്. 2 ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്.
മുകളിൽ 2 ലെയറിലും താഴെ 1 ലെയറിലും നല്ല രീതിയിൽ സ്റ്റോറേജ് കപ്പാസിറ്റി കൊടുത്തിട്ടാണ് കിച്ചൺ ക്യാബിനറ്റ്സ് ചെയ്തിരിക്കുന്നത്. റൂഫ് സിമ്പിൾ ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. സിങ്കും പൈപ്പ് കണക്ഷൻ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് കാണാവുന്നതാണ്. കിച്ചൺ തുറന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വർക്ക് ഏരിയയ്ക്ക് ആയിട്ടുള്ള ഫ്ലോർ നമുക്ക് അവിടെ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ നിൽക്കുന്നത്. വന്ന വഴി സ്റ്റെപ്പുകളിലെല്ലാം തന്നെ ഫുഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. നേരെ വരുമ്പോൾ നമുക്ക് നല്ലൊരു ഹാളാണ് കിട്ടുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആണ് ഈ ഒരു ഹാള്. ഈ ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. റൂഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് കുട്ടികൾക്ക് പഠിക്കാനോ ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനോ ഒക്കെ നല്ലൊരു അറേഞ്ച്മെന്റ് ഷെൽഫുകളും ഡ്രോസും ഒക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ താഴെ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. മുകളിൽ 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. ടോട്ടൽ രണ്ടാമത്തെ ബെഡ്റൂം നോക്കുവാണെങ്കിൽ 13 അടി നീളവും 11.5 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. 2 ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ലൊരു വാർഡ്രോബ് നമുക്ക് ഈ ഒരു ഭാഗത്താണ് വുഡൻ കളർ കോമ്പിനേഷനിൽ കൊടുത്തിരിക്കുന്നത്. റൂഫ് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രം ചെറിയൊരു ഡിസൈനും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത 3 ബാത്റൂമുകളിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം നമുക്ക് കിട്ടുന്നുണ്ട്. ടൈലുകളൊക്കെ നേരത്തെ കണ്ടതുപോലെ ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് കാണേണ്ടത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 12.9 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. റൂഫ് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് തന്നെയാണ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം കൊടുത്തിരിക്കുന്നത്. നമുക്ക് വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും എല്ലാം കൂടെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ അറേഞ്ച്മെന്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്ത് ടൈലുകൾ സെയിം കോമ്പിനേഷൻ തന്നെയാണ്. ഇവിടെയും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ബെഡ്റൂമിന്റെ ഡോർ ഓപ്പൺ ചെയ്താൽ നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാവുന്നതാണ്. റൂഫ് ഒക്കെ കംപ്ലീറ്റ് പാനലിംഗ് ചെയ്ത് കവർ ചെയ്തിരിക്കുന്ന ഒരു ബാൽക്കണിയാണ് കിട്ടുന്നത്. ടഫിന്റെ ഗ്ലാസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസും കൊടുത്തിരിക്കുന്ന അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണി കിട്ടുന്നുണ്ട്. നമുക്കിനി ഫൈനലി ഇവിടെ ഒരു യൂട്ടിലിറ്റി ഏരിയ കൂടി കിട്ടുന്നുണ്ട്. കോൺക്രീറ്റ് ചെയ്തൊരു സേഫ് ആയ റൂം തന്നെയാണ്. നമുക്ക് യൂട്ടിലിറ്റി എന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ലൊരു സേഫ് ആയ റൂം ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്ത് വിൻഡോസും ഡോറും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫ്ലോർ നോക്കുവാണെങ്കിൽ നമുക്ക് വുഡൻ ഫിനിഷ് ആണ് വരുന്നത്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു ഡോർ നിങ്ങൾക്ക് കാണാം. അത് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്സ് ആണ്. സ്റ്റെപ്പുകളെല്ലാം തന്നെ സേഫ് ആയിട്ട് കോൺക്രീറ്റിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ കണ്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലത്താണ്. 2020 പഞ്ചായത്തിന്റെ അണ്ടറിലാണ് വരുന്നത്. റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ചാർട്ടർ സ്കൂൾ, കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് തൊട്ട് ബാക്ക് സൈഡ് ആണ്. വളരെ അടുത്ത് നമുക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ള സ്കൂളിലേക്ക്. നല്ലൊരു ലൊക്കേഷനിലാണ് വീട് വരുന്നത്. ലാൻഡ് അളവ് നോക്കുവാണെങ്കിൽ 3.38 ആണ്. 1500 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളുണ്ട്. 3.38 സെന്റ് ഓഫ് ലാൻഡിൽ 1500 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീട്ടിൽ നിങ്ങളുടെ 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സൗകര്യം, വെൽ വാട്ടർ കിട്ടുന്നുണ്ട്. 3 അറ്റാച്ച്ഡ് ബാത്റൂമുകളിൽ നിങ്ങൾക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം കിട്ടുന്നുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് ഒരു യൂട്ടിലിറ്റി ഏരിയയും കിട്ടുന്നുണ്ട്. വർക്ക് ഏരിയക്കായിട്ട് സ്പേസും ഉണ്ട്. എന്ത് സൗകര്യമാണ് ഇല്ലാത്തതെന്ന് മാത്രം ചോദിച്ചാൽ മതി. ഈ ഒരു വീടിന്റെ പ്രൈസ് 73 ലക്ഷം രൂപയാണ്. 73 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് വഴി വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ നെഗോഷ്യബിൾ ആക്കി നിങ്ങൾക്ക് വാങ്ങി തരുന്നതായിരിക്കും. വീടുകൾ വളരെ പെട്ടെന്നാണ് സെയിൽ ആവുന്നത്. അഡ്വർടൈസ്മെന്റ് ഇടുന്നതിന്റെ പിറ്റേ ദിവസം തന്നെ പല വീടുകളും സെയിലായി പോകുന്ന ടെൻഡൻസി ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടും ലേറ്റ് ആക്കണ്ട. വീഡിയോ കണ്ടാൽ ഉടനെ തന്നെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഫിനാൻസ് ഫെസിലിറ്റി ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾ വിളിക്കുമ്പോൾ കോൾ പിക്ക് ചെയ്തില്ലെങ്കിൽ വാട്സപ്പിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചിട്ടാൽ മതി. ഞങ്ങൾ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.